ഈസ് എലിജിബിൾ? യഹോവയിടത്തേക്ക് വരുവാൻ, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കിന്ന് സങ്കീർത്തനം 24 അധ്യായം ഒന്ന് ധ്യാനിക്കാം. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണിത്. കിരീടത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് ഈ ഒരു സാംസ് 24 എന്ന സങ്കീർത്തനത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു സങ്കീർത്തനം രചിക്കപ്പെടുവാനുള്ള ആ ഒരു സാഹചര്യം വളരെ വ്യക്തമായിട്ട് 2 ശമൂവേൽ 6 അധ്യായം അതിൻ്റെ 12 മുതൽ 23 വരെ വായിച്ച് നമുക്ക് അത് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. യോസിഫസ് പെട്ടകം സിയോൻ കുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മുൻപിൽ 7 സംഘം പാട്ടുകാരും സംഗീതക്കാരും അണിയണിയായി നീങ്ങുകയും ദാവീദ് പ്രത്യേകമായി രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 24 സങ്കീർത്തനം. നമ്മളതിൻ്റെ 1 വാക്യത്തിൽ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഈ ലോകത്തെ എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഗവർണൻസ് ഉണ്ടായിക്കോട്ടെ, ലീഡർഷിപ്പ് ഉണ്ടായിക്കോട്ടെ, എന്തും ഉണ്ടായിക്കോട്ടെ, യഹോവയാണ് അതിൻ്റെ ഉടയോൻ എന്ന് പറയുന്നത്. ഹി ഈസ് ദ ഓണർ ഓഫ് എവറിത്തിങ്, ഹി ഈസ് ദ ക്രിയേറ്റർ ഓഫ് എവറിത്തിങ്. ക്രിസ്തുവിനെ ശ്രേഷ്ഠ ഇടയനായിട്ടാണ് ഈ ഒരു സങ്കീർത്തനത്തിൽ വിശേഷിപ്പിക്കുന്നത്. നമ്മളിതിന്റെ 3 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഹൂ ഈസ് എലിജിബിൾ? യഹോവയിടത്തേക്ക് വരുവാൻ, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? അതിൻ്റെ ഒരു ഉത്തരം 4 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. നമ്മളിവൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്നവരുണ്ടല്ലേ. അപ്പം നമ്മൾ ഈ ഒരു വാക്യത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നാൽ നമുക്ക് തോന്നണം, നമ്മൾക്ക് ശരിക്കും യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ ലൈഫിനെ അനലൈസ് ചെയ്യണം. നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം. കർത്താവേ, എനിക്ക് അതിനുള്ള യോഗ്യത സത്യത്തിലുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് നമ്മുടെ കൺട്രോൾ പോവുക, നമുക്ക് എന്തൊക്കെ ടെംപ്റ്റേഷൻസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ദൈവസന്നിധിയിൽ വരുവാൻ യോഗ്യതയുള്ളവരുടെ കാര്യമാണ് 4 വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, പ്രവർത്തിക്കുകയാണെങ്കിൽ ഒക്കെ അതിന് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു റിവാർഡ് എന്നുള്ളത് 5 വാക്യത്തിലും പറയുന്നുണ്ട്. അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ദ എറ്റേണൽ ബ്ലെസ്സിങ്സ് ആണ്. ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ദൈവത്തിൻ്റെ ഒരു നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ എറ്റേണൽ ആയിട്ടുള്ള നീതിയാണ്. ഓക്കെ, ദൈവത്തോട് നീതിയും പ്രാപിക്കും. അതാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഒരു ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നത്, നമ്മൾ ഇപ്പോഴും യോഗ്യതയുള്ളവരാക്കി തീർത്തത് നമ്മുടെ യേശു ക്രിസ്തുവാണ്, അല്ലേ? ആ രക്ഷകൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ ഒട്ടും യോഗ്യത ഇല്ലാത്തവരായിരുന്നു നമ്മൾ. ഇപ്പം വി ആർ ഇൻ ഗോഡ്സ് ഗ്രേസ്. അത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമുക്ക് വേണ്ടി ലോകത്ത് ഇറങ്ങി വന്ന് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെണീറ്റ നമ്മുടെ രക്ഷകനെ എപ്പോഴും നമുക്ക് ഉയർത്തുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും ചെയ്യുവാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെയും ആ ഒരു കൃപയിലേക്ക് വരുത്തുവാനും നമുക്ക് എപ്പോഴും എന്നും സാധിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് ഓരോ നിമിഷവും നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.